ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകം തന്നെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇതേപോലെ ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ചതച്ചിട്ട് കൊടുക്കുന്നതിനേക്കാളും ഒന്നും കൂടി നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ടൈമിൽ ചെറിയ ബൈറ്റായിട്ടൊക്കെ അത് കിട്ടും. ഇനി ഇതിലേക്ക് ഞാനൊരു മീഡിയം സവാള ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ അത്രത്തോളം ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മളിങ്ങനെ ചെറിയ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വഴന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കറിയിൽ അങ്ങനെ ഒത്തിരി അങ്ങനെ കിടക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇത് വഴന്ന് വരാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ഇവിടെ കിടന്ന് വഴന്ന് വരട്ടെ. ആ ടൈമിൽ നമുക്ക് കോളിഫ്ലവർ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കണം. ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ കോളിഫ്ലവർ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതേപോലെ കുറച്ച് ചെറിയ സ്ലൈസ് ആയിട്ടാണോ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നത്. മാക്സിമം ചെറിയ സ്ലൈസ് ആയാലേ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ മസാല പിടിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിവിടെ കോളിഫ്ലവർ വേവിച്ചെടുക്കുന്നല്ല, ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ചെടുക്കുകയാണ്. അല്ലെങ്കിൽ കുറച്ച് ഒരു ചൂടുവെള്ളത്തിൽ കുറച്ച് വിനാഗിരി ഉപ്പ് ഇട്ടിട്ട് കുറച്ച് നേരം കോളിഫ്ലവർ ഇതേപോലെ വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇതിൽ മണ്ണ് കടിക്കും കേട്ടോ. കോളിഫ്ലവർ നന്നായിട്ട് ക്ലീൻ ആയിട്ടില്ലെങ്കിൽ മണ്ണ് കടിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ വിനാഗിരി ഉപ്പ് ഇട്ടിട്ട് വെക്കാം. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഉപ്പിട്ടിട്ട് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇതാ ഒന്ന് തിളച്ചിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ 2 മിനിറ്റ് ആയി, ഓൾമോസ്റ്റ് 2 മിനിറ്റ് ആയി. അപ്പോൾ നമുക്ക് ഇതിലെ വെള്ളം വറ്റിയിട്ട് വെള്ളം ഊർന്ന് വരാൻ വേണ്ടിയിട്ട് വേറൊരു ഓട്ടപാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സവാള എന്തായെന്ന് നോക്കാം. അപ്പോൾ അത് ആ ടൈം കൊണ്ട് നമ്മുടെ സവാളയും ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ചെറിയ തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 1 മതി. അപ്പോൾ ഞാനിവിടെ 2 എണ്ണം എടുത്തിട്ടുണ്ട്, 2 ചെറിയ തക്കാളി. ഇതിലേക്ക് ഒരു ചെറിയ പീസ് ബീട്രൂട്ടും കൂടി എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. നമ്മളിതെല്ലാം കൂടി ഒന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി, ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതാ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഫുഡ് കളറൊക്കെ ചേർക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ എല്ലാത്തിലും ചെറിയ പീസ് ബീട്രൂട്ടൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഒന്നും വരത്തുണ്ടാവില്ല, നന്നായിട്ടൊരു കളറൊക്കെ കിട്ടുകയും ചെയ്തോളും. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. അപ്പോൾ അതില്ലെങ്കിൽ നോർമൽ മുളക് പൊടി തന്നെ യൂസ് ചെയ്യാം. ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി. അപ്പോൾ നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇത് രണ്ടുമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ മസാല ഇല്ലെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതും കൂടി ചേർക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഈ മസാലയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ആയിട്ട് വരട്ടെ. ഇതിപ്പോൾ എല്ലാം കൂടി അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഉപ്പൊക്കെ ഒന്ന് പാകമാണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പിന് കുറച്ച് മുകളിലായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഗ്രേവി ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കോളിഫ്ലവറൊക്കെ വെച്ചിട്ട് ഒന്നുകൂടി വറ്റിയിട്ട് പോകും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വേണ്ട വെള്ളം ചേർത്ത് കൊടുക്കുക. ഇത് മൂടി വെച്ചിട്ട് ഒരു 3 മിനിറ്റ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഈ കോളിഫ്ലവറിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരട്ടെ. അപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് തുറന്ന് നോക്കാനായിട്ട്. അപ്പോൾ അതിവിടെ ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഈ കോളിഫ്ലവറിൻ്റെ ഈ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടോയെന്ന്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ മസാലയൊക്കെ പിടിച്ചിട്ട് ഒന്നുകൂടി കറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഗ്രേവി ഉണ്ടാവില്ല, ഇതിനേക്കാളും കുറവായിരിക്കും കേട്ടോ. ഒന്നും കൂടി നല്ല തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക.
ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ ഒരു ചെറിയ പുളിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ലൊരു ടേസ്റ്റൊക്കെ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് 1 മിനിറ്റ് ഒന്ന് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഇതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഒന്ന് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയാൽ മനസ്സിലാവും. നല്ല ചെറിയ പീസായതുകൊണ്ട് കോളിഫ്ലവറൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് സെലക്ട് ചെയ്താൽ മതി. താങ്ക്